ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല ടേസ്റ്റിൽ മത്തി എങ്ങനെ വറ്റിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിതാ മത്തിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിക്കണേ. അതിന് ശേഷം ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തുക്കണേ. പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. അതിന് ശേഷം ഇതാ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഇത് അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ. മുളക് പൊടിയൊക്കെ എൻ്റെ മുളക് പൊടി കുറച്ച് എരിവ് കുറവായത് കൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്കും ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിങ്ങാണ്ട് മീൻ വറ്റിച്ചെടുക്കാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ മീൻ കറി ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വറ്റിച്ച് കൊടുത്തു നോക്കി. നല്ല ടേസ്റ്റ് ആയിക്കാരം. ഒരു ഇഞ്ഞുണ്ടാന്നൊക്കെ ഇനി ചോദിച്ച് വരും. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിലൊക്കെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മസാലയൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. അതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ എടുക്കണ മീനിനനുസരിച്ച് മസാല ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ എടുത്ത മീനനുസരിച്ചാണ് ഇത്ര മസാല ഉണ്ടാക്കിയത്. പിന്നെ ഇത് എല്ലാ മീനും വെച്ചും ചെയ്യാം. മത്തിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല നെയ്മത്തി കഴിഞ്ഞിട്ടാ. അപ്പോൾ അതൊക്കെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാനിതാ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ പിന്നെ ഒരു ചെറിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു പുളിക്കും വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു തക്കാളി അരിഞ്ഞിടുകയാണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലൊക്കെ നല്ലൊരു മണമൊക്കെ അല്ലേ. അപ്പോൾ എത്ര ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കറിവേപ്പിലൊക്കെ നല്ല ഇടണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ല ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ഞാൻ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ മുറിച്ചുങ്ങാണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതിന് പെറുക്കി തിന്നാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെളുത്തുള്ളി. അപ്പോൾ ഞാൻ പിന്നെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നല്ല തിളച്ചൊക്കെ വന്നിക്കണേ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിക്കണേ. പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ കുറച്ചും കൂടി ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്രേവി വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. നല്ലൊന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണവർക്ക് അങ്ങനെ ആക്കി എടുക്കട്ടാ. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സെറ്റായി വന്നിട്ട് നല്ലൊരു മണമൊക്കെ ഉണ്ടായിട്ട് ഇതിന്. പിന്നെ ഉലുവ ചേർത്ത് കൊടുക്കണവർക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഉലുവ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ മീനൊക്കെ നല്ല സെറ്റായി വന്നിക്കണേ. അപ്പോൾ ഇതിലേക്ക് ചോറിലേക്ക് തന്നെ മതി. വേറെ കറിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ തന്നെ ചോറ് നല്ല ഉഷാറായി അടിപൊളിയിൽ തിന്നും. അപ്പോൾ പിന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചോറിലേക്ക് ഞാൻ എടുക്കണം. അപ്പോൾ ഇതൊക്കെ നല്ല ചൂടൊക്കെ പോയി നല്ല ഒരു ഡ്രൈ ആയി വന്നിക്കണേ. അപ്പോൾ ഇതിൽ നല്ല ഗ്രേവി ഉണ്ട് ഇനി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കറിയൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മത്തിയൊന്നും ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കിങ്ങാണ്ടൊന്ന് വറ്റിച്ചൊന്ന് നോക്കേണ്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.